ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈസൂരിൽ നിന്ന് നാട്ടിൽ പോണ വഴിയാണ്. കിട്ടുന്ന വഴിയല്ല, നാഗർഹോള ടൈപ്പ് വഴിയാണ്. അധികം ആൾക്കാരും മൈസൂർ പോകുമ്പോൾ സെലക്ട് ചെയ്യണത് അവിടെ നിന്നിട്ടാണ്. ഇരട്ടെങ്കിലും ഈ വഴി ഒന്ന് ട്രൈ ചെയ്യണം. ഇത് കൂടുതൽ വന്യജീവികളെ കാണാൻ സാധ്യത റോഡാണ്. ബാക്കിയുണ്ടെങ്കിൽ ആനയെ പുലിനെ കാട്ടിനെ ബാക്കിയില്ലെങ്കിൽ ചിലപ്പം കുരങ്ങിനെ വരെ കാണാൻ പറ്റില്ല. ആനകളെ പിന്നെ എല്ലാവരും കാണാൻ. കാട് 18 കിലോമീറ്റർ പോകും. എന്തായാലും കാട്ടിലൂടെ സഞ്ചരിക്കാൻ ഭയങ്കര ഭംഗിയാണ്. ഫോറസ്റ്റ് ചെറിയ ഫോറസ്റ്റ് മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ സ്ഥലമുണ്ട്, നാഗർഹോള ടൈഗർ റിസർവ്. ബൈക്ക് അലോട്ടല്ല, അതിലൂടെ കാറിലൊക്കെ പോകുന്നത് ഭയങ്കര ഭംഗിയാണ്. നല്ല മൃഗങ്ങളെ കാണാം. ഇതിലൂടെ പുലികളെയൊക്കെ നല്ല കാണും. ഈ ടൈഗർ, കടുവ, കാട്ടുപോക്ക് ഒക്കെ നല്ല ഉണ്ടാവും. ഈ ജീവികളൊക്കെ കൂടുതൽ ബൈക്ക് അലോട്ടല്ലാത്തത്. മൈസൂരിൽ വരുമ്പോൾ ഓൾറെഡി മൈസൂരിലല്ല, നമ്മുടെ ഇങ്ങനെ നാഗമംഗലാന്ന് പറഞ്ഞിട്ട് ടാങ്ക് അടിച്ചാണ് പോകുന്നത്. 5 കട്ട കാലി ഭയങ്കര പുതിയ ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ ഓൺലൈൻ ഗൂഗിൾ മാപ്പായിരുന്നു മാപ്പ്. അതിരാവിലെ 6 മണി ആ ടൈമിലൊക്കെ ഇവിടെ എത്തുകയാണെങ്കിൽ മൃഗങ്ങൾ അത്യാവശ്യം ആനനൊക്കെ റോഡ് സൈഡിൽ കാണാൻ ചാൻസ് കിട്ടി. ഫോറസ്റ്റ് ആയതുകൊണ്ട് സൂര്യൻ നേരെ തലേന്റെ മേലെ നിന്നാലും വലിയ വെള്ളം ചാടും. കാലങ്ങളൊക്കെ പോകണ്ട. മുത്തങ്ങ ഫോറസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോഡ് ഇത് കുറച്ച് മോശമാണ്. മുത്തങ്ങ റോഡ് നൈസ് റോഡാണ്. കുറച്ച് കട്ടറായിട്ടും ഒക്കെ റോഡാണ്. മോണിക്ക കുറച്ച് ഡാർക്കായി. മുത്തങ്ങ ഫോറസ്റ്റ് ഇതിന് നേരെ ഡബിളല്ല. 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കാട് തീർന്നു. ആനയെ പോയിട്ട് ഒരു ആടിനെ പോലും അങ്ങനെ കണ്ടിട്ടില്ല. ആനനെങ്കിലും ആന എന്തായാലും കാണും. കുട്ടനായി പോകാൻ ഇവിടെ നൈസ് റോഡാണ്. നല്ല നീറ്റാൻഡ്. മൈസൂരിൽ പോണ സമയത്ത് തിരിച്ചു സ്റ്റാർട്ട് ചെയ്തിട്ട് തുറങ്ങണം എന്നുള്ള ചൂടൊന്നും ചെയ്യണേ. ഒരു പുത്തങ്ങ വേഗം നമ്മൾ പോയപ്പോ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ കുറെ ആനകളെയും ഇതൊക്കെ കണ്ടു. എന്തായാലും നമ്മളൊരു ഷോർട്സ് മാത്രമാണ് പുത്തങ്ങൊരു. മൈസൂരിൽ നിന്നാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഡൊമിനർ കോർണറിങ്ങിനൊക്കെ അടിപൊളിയാണ്. അതൊരു കോർണറിങ് ഇവിടെ ഒരു തേയിലത്തോട്ടമുണ്ട്. പോയതാണ്. തണുപ്പുള്ള ടൈമിലൊക്കെ വന്നിന് നല്ല അടിപൊളിയാണ്. ഇപ്പം തണുപ്പൊന്നും ഇല്ല. എന്നാലും പോയേക്കാം. എന്താ അവസ്ഥ? അടിപൊളി റോഡാണ് ഗായ്സ്. അടിപൊളി റോഡ്. 2 ഭാഗത്തും തേയിലത്തോട്ടം. അതുകൂടെ തണുപ്പോടെ ഉണ്ടെങ്കിൽ പൊളിച്ച്. സുഖമില്ല, നല്ല തണുപ്പില്ല. അങ്ങനത്തെ എല്ലാം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ രക്ഷയില്ല.
അടിപൊളി വെച്ചാൽ അടിപൊളി. 2 ഡോഗ് കുട്ടികൾ ഉറങ്ങുന്നു. നാളെ ഒരു ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്, കയറ്റി വെക്കാം. എന്താ പാട് അറിയില്ല. തേയിലൻ്റെ നടുവ് കൂടെ ഒരു ഓഫ് റോഡ്. അയ്യോ അയ്യോ അത് വീടുകളൊക്കെ ഉണ്ട്. ഓലൊക്കെ എന്നും ഈ കാഴ്ച കാണണേക്കാരം. ഗായ്സ് അങ്ങനെ നാട്ടിലെത്തി ഗായ്സ്. ചൂടാണ് മോനെ. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഹാഫ് പമ്പൂര് തലപ്പാറ പമ്പാണിത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.